Hello friends, welcome to the coffee mug. ഞാൻ നിഷ. ഇന്ന് നമുക്കൊരു സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കാം. പെരി പെരി പനീർ ടോസ്റ്റ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്കാണിത്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ഈവനിങ് സ്നാക്ക്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമ്മുടെ പെരി പെരി പനീർ ടോസ്റ്റിന്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. അതിനായി ചൂടായിരിക്കുന്ന പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും ഒരു വലിയ ക്യാപ്സിക്കത്തിന്റെ പകുതി ചെറുതായി അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഏകദേശം ഒരു 30 സെക്കൻഡ് ഒക്കെ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറുതായി അരിഞ്ഞ ക്യാബേജ്, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്. ഞാനിവിടെ തക്കാളിയുടെ കുരുവും ജ്യൂസും മാറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇവ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതും ഒരു 30 സെക്കൻഡ് വഴന്ന് കിട്ടിയാൽ മതി. ടോസ്റ്റിനായതുകൊണ്ടാണ് വെജിറ്റബിൾസ് അധികം വേവിച്ചെടുക്കാത്തത്. നമ്മൾ ഈ ഫില്ലിംഗ് മൊത്തം കുക്ക് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിയായി അരിഞ്ഞ പനീർ, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, 2/2 ടീസ്പൂൺ പെരി പെരി സീസണിംഗ്, 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇവയെല്ലാം ചേർത്ത് 1 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യാം. പെരി പെരി സീസണിംഗ് ചേർക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിൽ 2 ടീസ്പൂൺ മതിയാകും. എരിവ് താല്പര്യമുള്ളവരാണെങ്കിൽ 2.5 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. അതും പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പെരി പെരി മസാല ഇപ്പോൾ ഒരുമാതിരി എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ്. നമ്മുടെ ടോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തീയിൽ നിന്ന് വാങ്ങി മാറ്റി വയ്ക്കാം. അടുത്തതായി ടോസ്റ്റ് റെഡിയാക്കുന്നതിനായിട്ട് ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാം. എന്നിട്ടൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാൻ മീഡിയം ചൂടായി വരുമ്പോൾ ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ചെയ്യുമ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഒരു വശം നന്നായി മുരിഞ്ഞു വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൽ നിന്ന് 2 സ്പൂൺ ബ്രെഡിലേക്ക് നിരത്തി കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത കുറച്ച് ചീസും കൂടി വിതറി കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൊസറല്ല ചീസാണ്. അവസാനമായി കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടി വിതറി മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ചീസ് മെൽറ്റ് ആകുന്നവരെ കുക്ക് ചെയ്യണം. നമ്മുടെ ഈ പെരി പെരി പനീർ ടോസ്റ്റ് ചെറു ചൂടോടുകൂടി ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ ചീസ് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതുപോലെ മറ്റുള്ളവയും ചെയ്തെടുക്കാം. ഈ ഒരു മിക്സിൽ നിന്ന് 6 ടോസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.